പിന്നെ പറയുമ്പോൾ കനൽ എന്ന് പറയുന്ന ഫിലിമിനകത്ത് ഏറ്റവും കൂടുതൽ ഡ്രോൺ ഷോട്ടുകളുള്ള സിനിമയെന്ന് വേണേൽ പറയാം എൻ്റെ സിനിമകളിൽ. അതിനകത്ത് വേറെയൊന്നുമല്ല, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ ഷോട്ട്സുകൾ കൂടുതലുള്ള ഒരു ഫിലിമാണ് കനൽ, ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര, റോമൻസ്, ഇതൊക്കെ എന്ന് പറയുന്നതിനകത്ത് ട്രെയിൻ കൂടുതലും ട്രെയിൻ യൂസ് ചെയ്തുള്ള സിനിമകളായിരുന്നു. അതിനകത്ത് തന്നെ ട്രെയിനിൻ്റെ ഈ പറഞ്ഞ പോലെ ഇൻറ്റീരിയർ എല്ലാം നമ്മൾ സെറ്റിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാ ഫിലിമുകളിലും. സ്റ്റീർ ഷോട്ട്സ് മാത്രം ഈ പറഞ്ഞ ഡ്രോൺ ഷോട്ടുകളെല്ലാം നമ്മളെല്ലാ സ്ഥലങ്ങളിലും പോയി ഷൂട്ട് ചെയ്യും. അങ്ങനെ കനലിൻ്റെ ഇതിനകത്ത് ഡ്രോൺ ഷോട്ടുകൾ കൂടുതലും യൂസ് ചെയ്തിരിക്കുന്ന ഫിലിമാണ് കനൽ. ലാൽ സാറിൻ്റെ കൂടിയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഓൾമോസ്റ്റ് ഒരു പകുതി നാട്ടിലും പകുതി ഖത്തറിലുമായിരുന്നു ഷൂട്ടിങ്. അതും ഈ ലാൽ സാറിൻ്റെ ഒരു പറഞ്ഞ പോലെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന രസകരമായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ ആയിട്ട് കനൽ ഖത്തറിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഷൂട്ടായിരുന്നു. ഒത്തിരി നിയമ നടപടികളും, റോഡിൽ ഇറങ്ങി ഷൂട്ട് ചെയ്യാൻ പാടില്ല, അപ്പോൾ ഹിഡനായിട്ട് നിന്ന് ഷൂട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ആയിട്ട് ഒത്തിരി വെല്ലുവിളികളോട് കൂടിയാണ് കനൽ. പത്മകുമാറായിരുന്നു അതിൻ്റെ ഡയറക്ടർ. പത്മകുമാറിൻ്റെ കൂടെ ഞാൻ മൂന്നാല് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. ഒറീസ, ജലം, പിന്നെ ഇത് മൂന്ന് ഫിലിം കനൽ. അപ്പം ഈ കനലിൻ്റെ സമയത്ത് നമ്മൾ അതിനകത്ത് ഈ ലേബർ ക്യാമ്പൊക്കെ ഷൂട്ട് ചെയ്യാൻ പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ലേബർ ക്യാമ്പ് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പെർമിഷനൊന്നും കിട്ടിയില്ല. പെർമിഷനൊന്നും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് ലേബർ ക്യാമ്പിൽ ഹൈഡ് ചെയ്ത് കയറുകയും പിന്നീട് അവർക്ക് മനസ്സിലാകുകയാണ് അവർ ഇത് ഷൂട്ടിങ്ങിന് വന്ന ക്രൂ ആണെന്നുള്ളതൊക്കെ. അപ്പം അവർ പെർമിഷൻ തന്നില്ല. ആക്ച്വലി അവിടെ ഷൂട്ടിങ്ങിന് പെർമിഷനൊന്നും കിട്ടിയിരുന്നില്ല. അതാണ് കനലിൻ്റെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര എത്തിക് ഷൂട്ടായിരുന്നു കനലിൻ്റെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഈ ട്രെയിൻ അപ്പം ഈ പറഞ്ഞ പോലെ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു ട്രെയിനകത്ത് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് പകരം നമ്മൾ ഒന്ന് തമിഴ്നാട്ടിൽ ഒരു ട്രെയിൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പളനിയിൽ. ഏതോ ഒരു ഫിലിമിന് വേണ്ടിയിട്ട്, ആ ഫിലിമിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു ഫിലിമിന് വേണ്ടിയിട്ട് ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിരുന്നതാണ് ട്രെയിനിൻ്റെ. എന്നിട്ട് നമ്മളത് CG പോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് അതിൻ്റെ ട്രാവലിംഗ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോൾ ഒറിജിനൽ ട്രെയിനാണെന്ന് തന്നെയാണ് വിചാരിച്ചത്. ആ ഫിലിമിൽ കനലിനകത്ത് എന്നപോലെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് ക്ലാസ് യാത്രയിലും ഞാൻ ആ ട്രെയിൻ സീക്വൻസ് അതുപോലെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഇൻറ്റീരിയറെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം അതിനകത്ത് ഒത്തിരി ലെൻസിങ്ങിനകത്ത് ശ്രദ്ധിക്കണം. അത് ഈ പറഞ്ഞ പോലെ ട്രെയിൻ സീക്വൻസുകൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഡെപ്തിൽ വേണം നമ്മൾ CG പോസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ അകത്തിരിക്കുന്ന മനുഷ്യനും വെളിയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന വെളിയിലെ എക്സ്റ്റീരിയർ സാധനങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അതെടുക്കുന്നത് നമ്മൾ അകത്ത് വെച്ചിട്ടുള്ള ലെൻസിങ്ങിൽ തന്നെയായിരിക്കണം. നമ്മൾ അതിനകത്ത് വെളിയിലത്തെ CGക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് ഇത് ചെയ്യാനായിട്ടുള്ള വിഷ്വൽ എടുക്കണം. അതായത് പ്ലേറ്റ് ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ ആ ലെൻസിങ്ങിൽ തന്നെയായിരിക്കണം എടുക്കേണ്ടത്. അങ്ങനത്തെ കുറച്ച് വെല്ലുവിളികളൊക്കെ നേരിട്ട ഒരു സിനിമയാണ് സെക്കൻഡ് ക്ലാസ് യാത്ര. വിനീത് ശ്രീനിവാസനായിരുന്നു ഹീറോ. അതും വളരെ ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിലിമായിരുന്നു. ഇതിൻ്റെ കനലിൻ്റെയും സെക്കൻഡ് ക്ലാസ് യാത്രയുടെയൊക്കെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ക്ലാസ് യാത്രയിൽ ജക്സൺ ആൻ്റണി ആയിരുന്നു ഡയറക്ടർ. ജക്സണൊക്കെ ഈ പറഞ്ഞ പോലെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിനോട് താല്പര്യമുള്ള കക്ഷിയായിരുന്നു. ശരിക്കും ഫസ്റ്റ് ജിംബൽ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മലയാളത്തിൽ ജിംബൽ ആദ്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫിലിം ഒരു സെക്കൻഡ് ക്ലാസ് യാത്രയാണ്. ഈ പറഞ്ഞ പോലെ ഞാനത് കൃത്യമായിട്ട് പറയാൻ കാര്യം, അന്ന് ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു മീഡിയയുടെ പറയാനായിട്ടൊന്നും അന്ന് അതിൻ്റെ കാര്യം ഉണ്ടായില്ല. എനിക്കതിനെപ്പറ്റി ഈ പറഞ്ഞ പോലെ ഒരു വേണോ, അങ്ങനെ പറയണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയിലൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാവരും തന്നെ അവരവർ ചെയ്ത ഓരോ എക്സ്പെരിമെൻറ്റിലും, അല്ലെങ്കിൽ ഞാൻ ആദ്യമേ ചെയ്ത ഇതാണെന്നൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അന്ന് എനിക്ക് പറയാമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു അവസരത്തിൽ ഇന്നിപ്പോൾ പറയുന്നതേ ഉള്ളൂ. സെക്കൻഡ് ക്ലാസ് യാത്രയിലാണ് ആദ്യമേ ജിംബൽ എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഞാനും ജോമോനും കൂടെയായിരുന്നു. ഇപ്പോൾ ഓം ശാന്തി ഓശാനയിൽ ഞാനൊരു ഷൂട്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഒരു വീടിനകത്തോട്ടുള്ള ഒരു ഷോട്ടാണ്. അതിനകത്ത് ഈസി റിഗ് ഉണ്ടായിരുന്നു. ഈസി റിഗ് എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻറ്റും കൂടെ കണക്ട് ചെയ്തിട്ട് കയ്യിൽ ക്യാമറമാൻ പിടിച്ചുകൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. അത് അത്ര വർക്കൗട്ടായില്ല. ജോമോൻ തിരക്കകത്തും യൂസ് ചെയ്ത് ജോമോൻ്റെ തന്നെയാണ് ഞാൻ എടുത്ത് ഓം ശാന്തി ഓശാനയാണ് ട്രൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ക്ലാസ് യാത്ര വരുന്നത് കേട്ടോ.
അപ്പോൾ അതിനകത്ത് ഒന്നില്ലെങ്കിൽ ഈ മൂവി 10 മൂവി 50 എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വന്നിരിക്കുന്ന സാധനങ്ങൾക്കൊക്കെ മുമ്പുള്ള കാലിബ്രേഷനൊക്കെ വരുന്നതിന് മുമ്പ് കാലിബ്രേഷനൊന്നും ഇല്ല അതിനകത്ത്. ക്യാമറ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഭയങ്കരമായിട്ടുണ്ട്. അന്ന് ഞാൻ ഓടി എൻ്റെ ഈ ഷോൾഡറൊക്കെ പോയതാണ്. ശരിക്കും അത് ട്രെയിനിങ് ഒക്കെ വേണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജിംബൽ ആദ്യമേ യൂസ് ചെയ്യുന്ന വിനീത് ശ്രീനിവാസൻ കായംകുളം റെയിൽവേ സ്റ്റേഷനിലാണ് ഷൂട്ട് ചെയ്തത്. വിനീത് ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓടി അവിടെ ഒരു ഡെഡ് ബോഡി കിടക്കുന്നു എന്ന് പറയുമ്പോൾ വിനീതിനെ ഓടി ആൾക്കാരുടെ ഇടയിൽ കൂടെ ഓടി അവിടെ ചെന്ന് നിൽക്കുന്ന ഒരു ഷോട്ടാണ് എടുത്തത്. ആക്ച്വലി അതുവരെ ആ സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റഡി ക്യാമിലാണ്. സ്റ്റഡി ക്യാം എന്ന് പറയുമ്പോൾ വേറെ ഒരു ഓപ്പറേറ്റർ വരുമായിരുന്നു. അപ്പം ഈ ഒരു കാലഘട്ടം വന്നു കഴിയുമ്പം ഈ സ്റ്റഡി ക്യാം ഓപ്പറേഷനും കൂടെ ക്യാമറമാരുടെ ഇതിനകത്തോട്ടായി. അതിനകത്ത് നല്ല നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്യാമറമാർ വരികയും ഈ ഹാൻഡ് ഹെൽഡായിട്ട് ചെയ്യുന്ന പരിപാടികളെല്ലാം ഇതിനകത്ത്. പിന്നെ അതിന് സ്റ്റെബിലൈസിങ് വന്നു. അങ്ങനെ തന്നെ വേറെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, തത്സമയം പെൺകുട്ടി എന്ന് പറയുന്ന ഫിലിമിലാണ് ഡ്രോൺ ഷോട്ട് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ഓം ശാന്തി ഓശാനയിലാണ് അതിൻ്റെ ഒരു സെക്കൻഡ് പോർഷൻ. തത്സമയത്തിൽ ചെയ്തിട്ട് വർക്കൗട്ടായില്ല. കാരണം ഒരു ഗോപ്രോ എന്ന് പറയുന്ന ക്യാമറ വെച്ചിട്ടാണ് അത്. ഗോപ്രോ കണ്ടമാനം യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ തത്സമയത്തിൽ. അതും ഒരു എക്സ്പെരിമെൻ്റിലാണ്. സോണി F3 ഞാനത് ഷൂട്ട് ചെയ്യുന്നത്. അതൊക്കെ ഡിജിറ്റലിൻ്റെ ആദ്യ തുടക്ക കാലഘട്ടങ്ങളിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ട്രൈ ചെയ്യാൻ ഒത്തിരി ശ്രമിച്ചു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ബാക്കപ്പുകളൊന്നും അന്ന് കൃത്യമായിട്ടുണ്ടായില്ല. ഞാനാണത് ആദ്യമേ ഓപ്പറേറ്റ് ചെയ്തതെന്നോ ഞാനാണത് ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നോ ഒന്നും പറയാൻ എനിക്കും താല്പര്യമില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഡ്രോൺ ഷോട്ട് എന്ന് പറയുന്ന സാധനം ഓം ശാന്തി ഓശാനയിൽ ട്രൈ ചെയ്യും. എന്നിട്ട് അത് വർക്ക് സ്റ്റെബിലൈസിങ് ഒന്നും ഇല്ലാതെ അതിനകത്തൊരു ചെറിയ സിംഗിൾ ഷോട്ടേ ഉള്ളൂ, ടോപ്പ് ആംഗിളിൽ നിന്ന് ഇട്ടത്തുള്ളൂ, മേഘത്തിനിടയിൽ കൂടെയുള്ള ഒരു ഷോട്ട്. ഞങ്ങൾ കുറേ ട്രൈ ചെയ്തിട്ട് കോഴിക്കോട് ഞങ്ങൾ ആ ബീച്ചിൽ കൂടെ ഓടുന്ന ഷോട്ട് അങ്ങനെയൊക്കെ കുറേ ട്രൈ ചെയ്തിട്ട് സ്റ്റെബിലൈസിങ് ഒന്നും ഇല്ലാതാണ് നമുക്ക് കിട്ടിയ ഷോട്ട്സ് അതേ ഉള്ളായിരുന്നു. കാരണം ഓം ശാന്തി ഓശാനയിലാണ് ഫസ്റ്റ് ഡ്രോൺ കേരളത്തിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിജിറ്റലിലെ ഫസ്റ്റ് ഫിലിം മൂന്നാമതൊരാൾ VKPയുടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോട്ടയത്ത് തന്നെ ഞാൻ ജോഷി മാത്യുവിൻ്റെ ഒരു ഫിലിം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഒരു പാഷൻ ഓഫ് ദ ക്രൈസ്റ്റൊക്കെ വന്ന ആ സമയത്ത് അതുപോലെ തന്നെ അങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് തുടങ്ങി. പക്ഷേ എന്നാലും ബഡ്ജറ്റൊന്നും നമ്മളെ കൊണ്ട് അനുവദിക്കാത്തത് കാരണം ഈ പറഞ്ഞ പോലെ ജോഷിയേട്ടനും ഞങ്ങളെല്ലാം കൂടെ ചെയ്ത ഒരു കൊച്ചു ഫിലിം. ആ ഫിലിം പേരൊന്നും ഞങ്ങൾ ഇട്ടിട്ടില്ലായിരുന്നു, ഇറക്കിയിടാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ബ്രദർ ആൻഡ് കാസ്റ്റിനെ ബേസ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സാധനമായിരുന്നു. സോണി P2 ഷൂട്ട് ചെയ്യുന്നത്. P2 ഷൂട്ട് ചെയ്യുന്നത്. അപ്പം പ്രകാശ് ചേട്ടൻ അവിടെ ഈ മൂന്നാമതൊരാളും ഇതേ സെയിം ക്യാമറയിൽ തന്നെ P2 തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൂന്നാമതൊരാളും വരുന്നു. ഞങ്ങളുടെ പടം പേരൊന്നും ഇടാത്തത് കാരണം അങ്ങനെ അങ്ങ് നിന്നും പോയി. അപ്പം ഞാൻ പറഞ്ഞത് ഒരു PRO വർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് എല്ലാവർക്കും ആഗ്രഹമാണ്. അത് ഈ പറഞ്ഞ പോലെ ഈ ഒരു പരിധി അതിനകത്ത് നമ്മളിങ്ങനത്തെ എക്യുപ്മെൻറ്റുകൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കുമൊക്കെ നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് ഉള്ള ഇതും വേണം. അത് ആൾക്കാരെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം പറയാൻ കാര്യം വേറെയൊന്നുമല്ല. നമ്മൾ ട്രൈ ചെയ്തു, അതിനകത്ത് വിജയിക്കുന്നുമുണ്ട്. അപ്പോൾ ഇപ്പോഴും ഞാനിവിടെ ഉള്ളത് ഓരോ വർക്കിൻ്റെ കാര്യങ്ങളും കൊണ്ടും അല്ലെങ്കിൽ നമ്മളിങ്ങനെ എക്സ്പെരിമെൻറ്റിൽ ചെയ്യുന്നത് കാരണമാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഒരു സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുമ്പം അപ്പോൾ അങ്ങനത്തെ കുറേ പാഷനും അതുമൊക്കെ ആയിട്ടായിരുന്നു എൻ്റെയൊക്കെ തുടക്ക കാലഘട്ടങ്ങളിൽ. ഇപ്പോഴും ഞാനതിനകത്ത് മോശമൊന്നും പറയുന്നില്ല. പിന്നെ ഈ സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്ന ഒരു ചില്ലറ സംഭവമല്ല, ഒരു ഈസി വേ ഒന്നും അല്ല. ഈ കാണുന്ന പോലെയോ ചുമ്മാ അവിടെ ക്യാമറ എടുത്ത് വെച്ചൊന്നുമുള്ളതല്ല. മെൻ്റലി ഫിസിക്കലി എല്ലാം ഓവറോൾ ഒരു ഫുള്ളി ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അതിനകത്ത് നമ്മൾ എൻജോയ് കണ്ടെത്താൻ പഠിക്കണം.